അത് 1947 ഓഗസ്റ്റ് മാസമായിരുന്നു. 200-ലധികം വർഷത്തെ ക്രൂരമായ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഭാരതം അതിന്റെ സ്വാതന്ത്ര്യപുലരിയിലേക്കുണരുമ്പോൾ രാജ്യം മുഴുവൻ വലിപ്പച്ചെറുപ്പമില്ലാതെ മനുഷ്യർ തെരുവുകളിൽ ആനന്ദനൃത്തം ചവിട്ടുകയായിരുന്നു. എന്നാൽ അതേ സമയത്തു തന്നെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വച്ചേറ്റവും ചോരയൊഴുകിയ ഏറ്റവും ഭയാനകമായ ഒരു കൂട്ടപ്പലായനത്തിന് ഈ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോവുകയായിരുന്നു എന്ന് ആ പാവം മനുഷ്യർ ആരും മുൻകൂട്ടി കണ്ടിരുന്നില്ല. ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിന്റെ ശംഖനാദം മുഴങ്ങുമ്പോൾ മറുവശത്ത് സ്വന്തം മണ്ണിൽ നിന്നും ജീവനും കൊണ്ട് ഓടേണ്ടി വന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ഭീതി നിറഞ്ഞ നിലവിളികളായിരുന്നു ഉയർന്നത്. ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേക്കും 10 ലക്ഷത്തിലധികം മനുഷ്യർക്കാണ് ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ബ്രിട്ടീഷുകാർ വരുന്നതിനു മുൻപ് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ക്രിസ്ത്യാനികളുമെല്ലാം അടങ്ങുന്ന നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. എന്നാൽ 18-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ അധികാരം പിടിച്ചടക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ പ്രയോഗിച്ചത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു. അവർ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തരംതിരിക്കുകയും വോട്ടവകാശം പോലും മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റുകയും ചെയ്തതോടെ നൂറ്റാണ്ടുകളായി ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന മനുഷ്യർക്കിടയിൽ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും കനലുകൾ എരിഞ്ഞു തുടങ്ങി. 2ാം ലോകമഹായുദ്ധത്തിനു ശേഷം സാമ്പത്തികമായി തകർന്നടിഞ്ഞ ബ്രിട്ടന് ഇന്ത്യയിലെ ഭരണം മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയാതെ വരികയും അവർ ഇന്ത്യ വിടാൻ തിടുക്കം കൂട്ടുകയും ചെയ്തപ്പോൾ സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നതിൽ ഇന്ത്യൻ നേതാക്കൾക്കിടയിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും അഖണ്ഡ ഭാരതത്തിനായി നിലകൊണ്ടപ്പോൾ മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന വാശി പിടിക്കുകയും തുടർന്ന് തെരുവുകളിൽ ചോരപ്പുഴ ഒഴുകിയ വൻ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തതോടെ ഭയന്നുപോയ ബ്രിട്ടീഷുകാർ അടച്ചിട്ട മുറികൾക്കുള്ളിൽ വച്ച് ഇന്ത്യയെ വിഭജിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒടുവിൽ സിറിൽ റാഡ്ക്ലിഫ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ പഴയ ഭൂപടങ്ങളും തെറ്റായ ജനസംഖ്യാ കണക്കുകളും വച്ച് കേവലം 5 ആഴ്ചകൾ കൊണ്ട് ഇന്ത്യയുടെ നെഞ്ചിലൂടെ ഒരു അതിർത്തിരേഖ വരച്ചുണ്ടാക്കി. എന്നാൽ ഏറ്റവും ക്രൂരമായ കാര്യമെന്തെന്നാൽ ആ അതിർത്തിരേഖ എവിടെയൊക്കെയാണെന്ന് ജനങ്ങൾ അറിഞ്ഞത് സ്വാതന്ത്ര്യം കിട്ടി 2 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നതായിരുന്നു. അതോടെ പഞ്ചാബും ബംഗാളും രണ്ടായി മുറിയുകയും തങ്ങൾ ജനിച്ചു വളർന്ന വീടും മണ്ണും പെട്ടെന്ന് ഒരു ദിവസം മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായി മാറിയത് കണ്ട് പരിഭ്രാന്തരായ ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങുകയും ചെയ്തതോടെ റെയിൽവേ സ്റ്റേഷനുകളും തെരുവുകളും അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു. ഈ അധികാരശൂന്യത മുതലെടുത്ത് അക്രമികൾ അഴിഞ്ഞാടിയപ്പോൾ ട്രെയിനുകൾ നിറയെ വെട്ടിപ്പരിക്കേൽപ്പിക്കപ്പെട്ട ശവശരീരങ്ങളാണ് ഇരുഭാഗത്തേക്കും എത്തിയത്. അതിനെല്ലാം പുറമെ 1 ലക്ഷത്തോളം സ്ത്രീകൾ തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് സ്ത്രീകളാണ് ഈ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറിയത്. ആ ചോരക്കറ പുരണ്ട വിഭജനം സൃഷ്ടിച്ച മുറിവുകൾ കേവലം 1947 അവസാനിച്ചില്ല. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ എന്നേക്കുമായി വേർപിരിയുകയും പിന്നീട് 1971 കിഴക്കൻ പാകിസ്ഥാൻ വേർപെട്ട് ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യമുണ്ടാവുകയും ചെയ്തു. ഒപ്പം വിഭജന സമയത്ത് കശ്മീരിലെ രാജാവ് എടുത്ത തീരുമാനങ്ങൾ കാരണം ഇന്നും പരിഹരിക്കപ്പെടാത്ത കശ്മീർ തർക്കവും ഇന്ത്യ പാക് യുദ്ധങ്ങളും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 70-ലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും മാറാത്ത ഒരു വലിയ മുറിവായി കണ്ണീരോർമ്മയായി ഭാരത വിഭജനം നിലനിൽക്കുമ്പോൾ എന്തായിരുന്നു ഈ വൻ ദുരന്തത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ കളികളെന്നും ചരിത്രം മൂടിവെച്ച ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം.